ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? എനിക്ക് സുഖമാണ് കേട്ടോ. അപ്പോൾ നമ്മളിതാ ഈ ഒരു പൂവ് വെച്ചിട്ടുള്ള പരിപാടിയാണ് കേട്ടോ ഒന്ന് എടുക്കുന്നത്. ഈ പൂവ് വെച്ചിട്ട് ഒരു പരീക്ഷണമാണ് കേട്ടോ നടക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ബജാറിൽ പോയപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ഷോർട്സ് കണ്ടു വന്നവർക്കാണെങ്കിൽ അറിയാം, ഞങ്ങൾ ബജാറിൽ നിന്ന് മേടിച്ച സമയത്ത് നല്ല റേറ്റ് പറഞ്ഞു കേട്ടോ. റേറ്റ് പറഞ്ഞു എന്ന് പറഞ്ഞാൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു റേറ്റ്, കുഴപ്പമൊന്നുമില്ല. അപ്പം നമ്മൾ മേടിച്ചിട്ട് നമ്മളത് വേസ്റ്റാക്കി കളയണല്ലോ. നമുക്കറിയാത്തൊരു സാധനം മേടിച്ചിട്ട് നമ്മൾ തിന്നേണ്ട സാധനമല്ലേ, നമുക്ക് വേണ്ടെങ്കിൽ കളയണ്ടേന്ന് വിചാരിച്ച് ഞങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് ഒരു മരത്തം വന്ന് കണ്ടപ്പോൾ അങ്ങനെ അറുത്ത് കൊടുത്തിട്ടുള്ളതാണ് കേട്ടത്. അപ്പോൾ അത് വലിയ റിസ്ക് ഒന്നും എടുക്കാതെ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ. കാരണം നന്നല്ലെങ്കിൽ നമുക്ക് ഒന്നോ രണ്ടെണ്ണോ കളയുകയാണെങ്കിൽ കളയുകയും ചെയ്യാം. രസം ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഉണ്ടാക്കുകയും ചെയ്യാമല്ലോ. അത് വിചാരിച്ച് കുറച്ച് മാവൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നുള്ളൂ. കടലമാവ്, അതുപോലെ തന്നെ പിന്നെ വലിയ ജീരകവും കുറച്ച് ഉപ്പും ഇട്ടിട്ടാണ് കേട്ടോ മിക്സ് ചെയ്തെടുത്തിട്ട്. കടലമാവ് ഒന്ന് തണുത്ത് കാരണം ഒന്ന് കട്ട പിടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ പൂവിൻ്റെ ഉള്ളിലുള്ളതാ ഈ ഒരു സംഭവം ഉണ്ടല്ലോ, നമ്മുടെ ചെമ്പരത്തിയുടെ ഉള്ളിലുണ്ടാകുന്ന സാധനം, അതുപോലത്തെ ഈ ഒരു സാധനം എടുത്ത് ഒഴിവാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടാണ് കേട്ടോ. പിന്നെ മരത്തുമെന്ന് എടുത്തതാവുകൊണ്ട് ചില ഇലയൊക്കെ നന്നായിട്ട് വാടിയിട്ടുണ്ട് കേട്ടോ. അല്ല, ഒക്കെ മരത്തുമെന്ന് തന്നെയാണ് എടുക്കുന്നത്. പക്ഷേ ഇതിൻ്റെ മുന്നേ ഇപ്പോൾ വിൽക്കാൻ കൊണ്ടുവന്ന ആൾക്കാർ നല്ലത് മാത്രമാണല്ലോ കൊണ്ടുവന്നത്. നമ്മൾ മരത്തുമെന്ന് അറുത്തത് കാരണം വാടിയതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ വാടിയ ഇലയൊക്കെ നമ്മൾ ഒഴിവാക്കി എടുക്കുന്നുണ്ട്. പിന്നെ അത് പൊട്ടിച്ചതിന് ശേഷം ഞാൻ അവരോട് ചോദിച്ചപ്പോൾ പൊട്ടിച്ചതിന് ശേഷം കഴുകി കളയാന്ന്. ഈ ഒരു മുറിച്ച് കളയുന്ന സാധനത്തിൽ ഒരു മഞ്ഞ പൊടി ഉണ്ട് കേട്ടോ. ആ പൊടി കയ്പുണ്ടാവും കേട്ടോ പറഞ്ഞത്. സത്യം പറഞ്ഞാൽ അത് ഉണ്ടാക്കുന്ന സമയത്ത് കാക്കുനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, ആദ്യം ഈ കഴിക്കുന്നിട്ട് ഞങ്ങൾ കഴിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കാരണം കുട്ടികൾക്ക് കൊടുക്കണ്ടാന്ന്. അപ്പോൾ അതൊക്കെ നമ്മൾ കഴുകി നന്നായിട്ട് കഴുകിയിട്ട് അതിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ പഴംപൊരിയൊക്കെ മിക്സ് ചെയ്തെടുക്കുന്ന മാതിരി ഞാൻ ലൂസാക്കിയിട്ടുണ്ടല്ല, കട്ടയാക്കിയിട്ടാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് നമ്മളത് നന്നായിട്ട് അതിൻ്റെ ഉള്ളിലൊക്കെ നല്ല പിടിക്കാം, കാരണം പൂവിൻ്റെ ഇതളുകളാണല്ലോ, അപ്പോൾ അതിൻ്റെ ഉള്ളിൽ പിടിക്കൂലല്ലോ മസാല. അപ്പോൾ നമ്മളത് നന്നായിട്ട് നല്ല തിളച്ച എണ്ണയ്ക്ക് ഇടണം എന്നാട്ടോ പറഞ്ഞു, എന്നാലേ അത് പൊള്ളച്ച് വരുള്ളൂ. പക്ഷെ അവർ പറഞ്ഞ മാതിരി തന്നെ നന്നായിട്ട് പൊള്ളച്ച് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളത് എണ്ണയ്ക്ക് ഇട്ട സമയത്ത് നല്ല ഉണ്ടായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നന്നായിട്ട് പിന്നെ നമ്മൾ എല്ലാതും ഇട്ടു കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഉണ്ടാക്കിയ മിക്സ് മൊത്തം കഴിയണം എന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ മച്ചും ഞാനും കാക്കും എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ. കാരണം ഇതിപ്പോൾ കഴിക്കാൻ എങ്ങനെയാണ് ഉണ്ടാവുക, അതോ പണി പാളിയോന്ന്. കാരണം കാക്കു പണി കഴിഞ്ഞ് വരുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ തലേ ദിവസം പോകുമ്പോഴാട്ടോ ഈ മരത്തുമ്പോൾ അത് കണ്ടത്. അപ്പോൾ കാക്കു അത് അറുത്ത് തന്നിട്ടുണ്ടായില്ല, കാക്കുവിന് വിശ്വാസം ഉണ്ടായില്ല അത് കഴിക്കാൻ പറ്റണമെന്ന്. പിന്നെ വീട്ടിൽ വന്നിട്ട് ഞാൻ ആ ബജാറിൽ നിന്ന് കണ്ട ഷോർട്സ്, ഞാൻ ഇതിനെ മുന്നിട്ടിട്ടുണ്ട് ഒരു ഷോർട്സ് കേട്ടോ. ആ ഷോർട്സിൽ നോക്കി അറിയാം, ബജാറിൽ നിന്ന് കണ്ട ഷോർട്സ് കാണിച്ചു കൊടുത്തു കേട്ടോ കാക്കു, ഇതാണ് അത് എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് വിശ്വാസം വന്നിട്ടാണ് പിറ്റേ ദിവസം പണിക്ക് പോകുന്ന സമയത്താണ് കേട്ടോ ഇത് ഞങ്ങൾക്ക് കൊണ്ടുവന്ന് തന്നത്. അപ്പോൾ ഞാനിത് കൊണ്ടുവന്നിട്ട് ഇപ്പോൾ ഇത് രാത്രിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. രാത്രി എങ്ങനെ ഇപ്പോൾ ഒരു 8 മണി 9 മണിയൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ സംഭവം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ. പ്രത്യേകിച്ച് നല്ല ടേസ്റ്റ് എന്ന് പറയാൻ നല്ലൊരു ടേസ്റ്റ് ഒന്നും ഉണ്ടായില്ല, പക്ഷേ ബജിയായിട്ട് കഴിക്കാനുള്ളൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. മച്ചുവിന് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. മോനും അങ്ങനെയൊന്നും എല്ലാതും കഴിക്കൂല. അപ്പോൾ മോന് കഴിച്ചിട്ടുണ്ടായിരുന്നു. മോന് പറഞ്ഞു ഈ പൂവ് എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു. മച്ചു കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. മോന് ഒരു ടേസ്റ്റിന് ഒരു ചെറിയൊരു പൊട്ട് മാത്രമേ കഴിച്ചുള്ളൂ. മച്ചുവിന് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആരെങ്കിലും കാണുകയാണെങ്കിൽ ഇത് അറുത്തോളിയും, കാരണം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പൂവ് തന്നെയാണ് കേട്ടോ അത്. അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.